ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. തൻ്റെ കൃപയാൽ നമ്മൾ ഇത്രത്തോളം വഴി നടത്തിയ അവിടുത്തെ മഹാസ്നേഹത്തിനായി സ്തോത്രം. ആ സ്നേഹം, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം പുത്രൻ ക്രൂശിൽ നമുക്ക് വെളിപ്പെടുത്തി. പുത്രൻ തൻ്റെ സ്നേഹം, തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി മറുവിലയായി തന്ന് അത് പ്രദർശിപ്പിച്ചു. പരിശുദ്ധാത്മാവാം ദൈവം ആ സ്നേഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്ന് നമ്മളെ വഴി നടത്തുന്ന ആ അനുഭവം, ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാൻ കഴിയണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെയും ദൈവസ്നേഹത്തിൻ്റെ ആഴവും അതിൻ്റെ ഉൾപ്പരപ്പും അതിൻ്റെ വീതിയും നീളവും എല്ലാം മനസ്സിലാകുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ മേൽ കൃപ ചെയ്യട്ടെ. നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കട്ടെ. ഈ ഞെരുക്കമുള്ള വഴിയിൽ കൂടി പോകണമെങ്കിൽ ഒരു വിശാല ഹൃദയമാണെന്ന് പറയും. ഇറ്റ്സ് എ ബ്രോഡ് എന്ന് പറഞ്ഞാൽ എല്ലാം അംഗീകരിക്കുന്നതല്ല, ദൈവസന്നദ്ധയിൽ നേരുള്ള ഒരു ഹൃദയം, അതാണ് ബ്രോഡ്. ഒരു സിൻസിയർ ഹാർട്ട്, ഇടുക്കമില്ലാത്ത ഒരു ഹൃദയം, ദൈവ ഇഷ്ടത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവം. ദൈവം അതിലേക്കൊക്കെ നമ്മളെ നടത്തട്ടെ. അപ്രകാരം നമ്മളുടെ ജീവിതത്തിൽ ദൈവികമായി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. കർത്താവ് തന്നെ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന്. ഇപ്പം ജയാളിയായ ഒരുവൻ്റെ വാക്കുകൾ നമ്മളെ ജയിപ്പിക്കുന്ന കർത്താവ്. ഞാൻ ലോകത്തെ ജയിച്ചതുകൊണ്ട് നിങ്ങൾക്കും ആ ജയം ഞാൻ അത് പകർന്നു തരികയാണ്. കർത്താവ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. എല്ലാറ്റിലും ഷെയർ ഹോൾഡേഴ്സാണ് നാം, അല്ലെ, പങ്കുകാരാണ്, ഓഹരിക്കാരാക്കി എന്ന് പറയുക. യേശുവിൻ്റെ ഗ്രേസ് അവനെ കൈക്കൊണ്ടതിൽ കൂടെ നമുക്ക് പുത്രത്വം നമുക്ക് ലഭ്യമാകുന്നു. അവകാശങ്ങൾ, പ്രോമിസസ് എല്ലാം ദൈവം നമുക്ക് തരികയാണ്. അപ്പോൾ കർത്താവിന് ജയം കൂടെ നമുക്കതിന് അവകാശമാണ്. സാധാരണ പറയാറുണ്ട്, ക്യാപ്റ്റൻസ് വിക്ടറി ഈ സോൾജിയേഴ്സ് വിക്ടറി എന്ന് പറയും. ഒരു പടയാളി ജയിച്ചാൽ ആ പട മുഴുവൻ ജയിച്ചു. ഒരു ക്യാപ്റ്റൻ, അതിൻ്റെ ലീഡർ ജയിച്ചാൽ ആ അണികൾ മുഴുവൻ ജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അതിനകത്ത് ഒരാളും തോക്കാൻ സാധിക്കുകയില്ല. എത്ര മനോഹരമായിരുന്നാണത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ്, വിശ്വാസത്തിൻ്റെ നായകൻ, പൂർത്തി വരുത്തുന്നവനായ കർത്താവ് അവിടുന്ന് ജയിച്ചു, ജയാളിയായി. ക്രൂശിമേൽ ശത്രുമേൽ ജയോത്സവം കൊണ്ടാടിയെന്ന് കൊലോസിലേർ നമ്മൾ വായിക്കും. അപ്പം അങ്ങനെ ജയാളിയായി ഒരുവൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എതിർപ്പുകൾ വരും, പക്ഷേ നമ്മൾ അതിജീവിക്കാം. എങ്ങനെ? ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ആശ്രയത്താൽ. അതാണ് ഈ നമ്മളിന്ന് 124 സങ്കീർത്തനത്തിലേക്ക് വരിക. അവിടെയാണ് ഗോഡ് ദ പ്രൊട്ടക്ടർ ഓഫ് ഹിസ് പീപ്പിൾ. ഗോഡ് ദ പ്രൊട്ടക്ടർ, നമ്മളെ സംരക്ഷിക്കുന്ന സംരക്ഷകനാണ് ദൈവം എന്ന് ധ്വനിക്കുന്ന ആ അർത്ഥം തരുന്ന ഒരു സങ്കീർത്തനം 124. ശീർഷകം തന്നെ ദാവീദിൻ്റെ ഒരു ആരോഹണ ഗീതമെന്നാണ്. അവിടെ പറയുകയാണ്, ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇസ്രായേൽ ജനത്തിൻ്റെ ജയത്തിലുള്ള ഒരു സങ്കീർത്തനം. ദൈവമാണ് സഹായകൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദാവീദ് പറയും, അവൻ എൻ്റെ പോരിന് എൻ്റെ കൈകളെ, എൻ്റെ വിരലുകളിൽ അഭ്യസിപ്പിക്കുന്നു എന്ന് പറയും. ട്രെയിൻ ചെയ്യുന്ന ദൈവമാണ്, വിജയം തരുന്ന ദൈവമാണ്. നമ്മൾ ചിന്തിക്കുക, ദാവീദിൻ്റെ കയ്യിലെ ആ കല്ലും കവിണയും കല്ലും, ആ സ്ട്രിങ്സ്, അത് വെച്ച് അതാണോ ജയം നൽകിയത്? ശരിക്കും അല്ല, ദൈവകൃപയാണ്. അത് വെച്ച് അവന് എയ്യുവാനും ആ ശത്രുമേലിൽ പതിപ്പിക്കുവാനുള്ള ആ ഗ്രേസ് അത് കൊടുത്തത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. അവൻ്റെ ദൈവത്തിലുള്ള ആശ്രയം, ആ ആശ്രയത്തിൽ കൂടെ അവനിലേക്ക് പകർന്ന ദൈവകൃപ. മറ്റുള്ളവർ ആയുധങ്ങളെല്ലാം ആയുധസന്നഹരായി, ആയുധങ്ങൾ ഏന്തിയവരായി, എത്രയെല്ലാം ബൃഹത്തായ ആയുധങ്ങൾ ശൗലിൻ്റെ. എന്നാലും ഇസ്രായേലിന് അത്ര ആയുധങ്ങളും ഒന്നും ഇല്ല എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. എങ്കിലും അവർക്കുണ്ടായിരുന്ന പടച്ചട്ടിയും ആയുധങ്ങളും എല്ലാം, ആയുധധാരികളായ പടയാളികളെല്ലാം അസ്തപ്രജ്ഞരായി, അവരെല്ലാം അകന്നു നിന്നപ്പോൾ ഇവിടെ ഇതാ ഒരു ബാലകൻ ദൈവത്തോടുള്ള
ആ സഹിത്വത്തിൽ വളർന്ന് അവൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ ശക്തി രുചിച്ചറിഞ്ഞ് സിംഹത്തെയും കരടിയും എല്ലാം ജയിച്ച് അതിനെ തകർത്ത് അതിൻ്റെ വായിൽ നിന്ന് സ്വന്തം ആട്ടിൻകുട്ടിയെ രക്ഷിക്കുവാൻ കഴിഞ്ഞ നാളുകൾ ദൈവം എന്നെ ഉപയോഗിച്ചു എന്നുള്ളതായ ആ ഒരു ഉറപ്പ്, ധൈര്യം, ആ ദൈവം ഈ ഗോലിയാത്തിനെയും തകർക്കുവാൻ ശക്തനാണെന്നുള്ള ധൈര്യത്തോടെ ദാവീദ് മുമ്പോട്ട് പോവുകയാണ്. നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യഹോവയുടെ നാമത്തിലാണ് ഞാൻ നിൻ്റെ നേരെ വരുന്നതെന്ന് ദാവീദ് പറയുന്നത്. മറ്റൊന്നുമല്ല, അവൻ്റെ ടാക്ടിക്സോ അവൻ്റെ ട്രിക്സോ അവൻ്റെ ഒന്നുമല്ല. അവൻ ദാവീദ് ദൈവത്തിലുള്ള ആശ്രയത്തോടെയാണ്, ദൈവത്തിൻ്റെ നാമത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ എപ്പോഴും അതായിരിക്കണം. ഏതൊരു കാര്യത്തിനും നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ കർത്താവെ എൻ്റെ ബലത്തിലായിരിക്കരുത് നിൻ്റെ കൃപ, എൻ്റെ ജ്ഞാനത്തിലായിരിക്കും നിൻ്റെ കൃപ, ദൈവമേ എല്ലാം നിൻ്റെ കൃപ, നിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ചിന്തിക്കുന്നതിലും വിചാരിക്കലും അധികമായി അതിനകത്ത് നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ ജെന്യുവനായിട്ട് സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പോലെ ചിലപ്പോൾ ചെയ്യുന്നിരിക്കും, നമുക്കതിനൊക്കെ സാധിച്ചെന്നിരിക്കും. അവിടെയല്ല, ദൈവത്തെ എന്തിനു നമ്മൾ മുൻനിർത്തുമ്പോൾ അതിലൊക്കെ ഒരു സവിശേഷത, ഒരു എക്സ്ട്രാ എന്താ പറയുന്ന ഒരു പ്രത്യേകത അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാക്ഷ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, ദൈവത്തെ സാക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ പറയും, ഇസ്രായേൽ പറയേണ്ടെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു. ആവർത്തിച്ച് പറയാം, അതൊരു നല്ലൊരു ഫ്രൈസായിട്ട് തോന്നുന്നു, ഒരു കാവ്യാത്മകമായ ഭാവത്തിലൂടെ പറയുകയാണ്. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. എന്നൊക്കെ ഈ മിക്കവാറും ഇതിനകത്തൊക്കെ വരുന്ന ഈ ഒരു AI ക്രിയേഷനാണ്. അതൊക്കെ കാണാൻ തന്നെ ഒരു ഫീവത്സമായ ഒരു ഇതാണ്. വലിയ വലിയ അനക്കൊണ്ട പോലത്തെ ഇതൊക്കെ വന്നിട്ട് മനുഷ്യർ മലമ്പാമ്പളൊക്കെ വിഴുങ്ങുന്നു, മൃഗത്തെ വിഴുങ്ങുന്നതൊക്കെ കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ സോളോ വിഴുങ്ങുകയാണ്. തിമിംഗലയും യോനായി വിഴുങ്ങി നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ പ്രശ്നം വന്നങ്ങനെ വിഴുങ്ങിക്കളയുമായിരുന്നു. യഹോവ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അതുപോലെയാണ് ശത്രു ഇരച്ചു വരുന്നത്. അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു പറയുകയാണ്. പക്ഷെ അവിടെ നിന്ന് രക്ഷിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. തുടർന്ന് പറയുക, അങ്ങനെ ദൈവം നമ്മുടെ പക്ഷത്തില്ലായിരുന്നു, അവർ നമ്മൾ വിഴുങ്ങിക്കളയുമായിരുന്നു. തുടർന്ന് പറയുന്നു 4-ാമത്തെ വാക്യം, വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെള്ളം പോലെ, ശത്രു വെള്ളം പോലെ നിൻ്റെ നേരെ ഇരച്ചു വരുമെന്ന് പറയും. ദൈവം ഒരു മതിലായിട്ട് അവിടെ നിൽക്കുകയാണ്. പെരുവെള്ളം എൻ്റെ നേരെ ഇരച്ചു എന്നാൽ ഭയപ്പെടുകയില്ല എന്ന് മറ്റു സംഘടന പറയുന്നുണ്ട്. എല്ലാത്തിനും ഇൻ്റർപ്രിട്ടേഷൻ ഈ തിരുവനന്തപുരത്ത് തന്നെ, മിക്കവാറും സങ്കീർത്തനത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനെല്ലാം മറ്റുള്ള വാക്കുകളൊക്കെ അതിങ്ങനെ തെളിഞ്ഞും മറിഞ്ഞും എല്ലാം കിടക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും വചന വ്യാഖ്യാനങ്ങൾ തന്നെ അതിൽ തന്നെ അത് പൂർണ്ണമായിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിലൂടെ ദാവീദിൻ്റെ സാക്ഷ്യമാണ്, വെള്ളം നമ്മെ ഒഴുക്കിക്കളയും. യശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രോമിസ് വേർഡുണ്ട്. മിക്കവാർക്കും അതറിയാവുന്നതാണ്, എല്ലാവരും അത് ക്ലെയിം ചെയ്യുന്നതാണ്. ആ വാക്യം എടുത്തുകൊണ്ട് അത് പ്രാർത്ഥനയിലേക്ക് ഓർക്കുന്നൊരിതാണ്. അവിടെ പറയുകയാണ് 43, യെശയ്യാവ് 43, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേരുചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവം ഇസ്രായേലിന്റെ പരിശുദ്ധമായ യഹോവ എന്ന് ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെ നിനക്ക് പകരമായി കൂച്ചിനെയും സെവയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക, ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇവിടെ ദൈവം പറയുകയാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ദൈവ സാന്നിധ്യമാണ് ആ ബലം തരുന്നത്, ആ രക്ഷ തരുന്നത്, രക്ഷാ കവചം പോലെ. ഈ ഫയർഫോഴ്സിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരെ കണ്ടില്ല, അവരൊക്കെ ഈ അഗ്നി അവരെ ബാധിക്കാതെ വണ്ണം, ഫയർ അവരെ അഫക്റ്റ് ചെയ്യാതെ വണ്ണം അതിനുള്ളതായ ഡ്രസ്സസ് ധരിക്കുകയാണ്. അത് ധരിച്ചുകൊണ്ടാണ് മാസ്കും അതുപോലെയുള്ള തീക്ക് ക്ഷതം വരുത്താൻ കഴിയാത്ത വസ്ത്രം അല്ലെ, വെള്ളത്തിലാകുമ്പോൾ അതിന് മതി, എന്നാൽ തീ അഫക്റ്റ് ചെയ്യാത്തതായ വസ്ത്രങ്ങൾ, അതിനെ അതിജീവിക്കാൻ തക്കതായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് അവർ ഇതിലേക്കൊക്കെ അവരിറങ്ങുന്നത്.
രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവർ സേഫ്റ്റി, അവരുടേതായ സേഫ്റ്റിയെ സുരക്ഷിതമാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയാം, കടക്കേണ്ടി വരും, നദികൾ കൂടി കടക്കേണ്ടി വരും, തീയിൽ കൂടി കടക്കേണ്ടി വരും, പക്ഷെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അവിടെ ദൈവത്തിൻ്റെ സഹായം എത്ര മനോഹരമാണ്. മറ്റൊരു യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 41-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, 41-ന്റെ 10-ാമത്തെ വാക്യം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അവിടെ എത്ര മനോഹരമായിട്ട് പറയുന്നത്, ശക്തീകരിക്കുന്ന ദൈവം, താങ്ങുന്ന ദൈവം, വലം കൈ കൊണ്ട് നമ്മൾ താങ്ങുമെന്ന് പറയുന്ന ദൈവം. ഇത് ഇങ്ങനെ ആർക്ക് പറ്റും പ്രിയരെ നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രോമിസ് തരാനായിട്ട്? ഇതാണ് ദൈവഭക്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഏതൊരു സാഹചര്യത്തെയും ദൈവം ഇടപെട്ട് നമുക്ക് അനുഗ്രഹമായി, അതിനെ അനുകൂലമായി, പ്രതികൂലങ്ങളെ അനുകൂലമാക്കും. ആ പ്രതികൂലത്തിൽ തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള വിശിഷ്ടമായ വസ്തുക്കൾ, പൊന്ന്, രത്നം, വിലയേറി, ഇതൊന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ ഇങ്ങനെ വിതറിയിട്ടിട്ടില്ല, പെറുക്കിയെടുക്കത്തക്കമില്ല. അത് ഡിഗ് ചെയ്യണം, അത് ഖനനം ചെയ്താണ് അത് എടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് മറവിടങ്ങളിലെ ഗുപ്തനിധികൾ എന്നൊക്കെ പറയും, തിരുവഴുത്തിലെ ഭാഷയാണത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ദൈവികമായ അനുഭവങ്ങൾ അത് ദൈവം നമുക്ക് പകർന്നു തരും. ദിവ്യമായ അനുഗ്രഹങ്ങൾ, പ്രഷ്യസ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അത് ദൈവം നമുക്ക് പകർന്നു തരും. ഇവിടെ പറയുകയാണ്, വെള്ളം നമ്മെ ഒഴുക്കി കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണന് മീതെ കയ്യുമായിരുന്നു, പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കയ്യും, നമ്മെ അവരുടെ പല്ലിനെ ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുവാനാകട്ടെ. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. അതിനെ സാമ്യപ്പെടുത്തുക, നമ്മുടെ പ്രാണൻ കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും അതിന്നൊക്കെ രക്ഷപ്പെടുന്ന പോലെ സദശവൽക്കരിച്ച് പറയുകയാണ്. അതെങ്ങനെ രക്ഷപ്പെട്ട എത്ര ഇതാണ് അല്ലെ, ആ കെണിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ഭാഗ്യമെന്നാണ് പറയുന്നത്. മഹാഭാഗ്യമാണ്. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതി പോന്നിരിക്കും. കെണിയെല്ലാം പൊട്ടി, അവന് വെച്ച കെണിയെല്ലാം പൊട്ടിപ്പോയി, നാം രക്ഷപ്പെട്ടു, നമ്മളെ രക്ഷിച്ച ദൈവം. അതുപോലെ ശത്രു ഒരുക്കുന്ന ഓരോ കെണിയിലും ദുഷ്ടൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അതിനൊക്കെ രക്ഷിക്കുവാൻ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തെ സമ്പൂർണ്ണമായി ദൈവശക്തിയിലുള്ള ആശ്രയം. ഒടുവിൽ പറയുകയാണ്, അത് 8-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു. ക്രിയേറ്റർ. ഇന്ന് അനേകർ ക്രിയേഷനെ ആരാധിക്കുന്നവരാണ്. സൂര്യനെ ആരാധിക്കുന്നു, ചന്ദ്രനെ ആരാധിക്കുന്നു, പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം നിർമ്മിച്ച സൃഷ്ടാവിനെ ആരാധിക്കുന്നതാണ് മഹത്വം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ബലം. അവൻ സകലത്തിലും മതിയായവനാണ്, അവൻ സർവശക്തനാണ്, അവൻ നമ്മൾ നടത്താൻ മതിയായവനാണ്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. തൻ്റെ പുത്രനെ ക്രൂശിൽ അർപ്പിച്ച് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്, പുത്രൻ്റെ രക്തത്താൽ നമ്മളെ സ്വന്തമാക്കിയതാണ്. നാം അവൻ്റെ വകയാണ്. നമുക്കത് ഉറപ്പിക്കാം. നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് ഒരു കൈമാറ്റ പ്രക്രിയയാണ്. നമ്മുടേതായിരുന്ന ജീവിതത്തെ നമ്മൾ മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് അർപ്പണം ചെയ്യുക. അപ്പോൾ ദൈവം അതിനെ അന്ത്യത്തോളം സൂക്ഷിക്കും എന്നുള്ള ഉറപ്പ് തരുന്നു. ആ ദൈവാശ്രയത്തിലേക്ക്, ദൈവിക സമർപ്പണത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായൊരു ദിവസം എടുത്തുന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എൻ്റെ കുടുംബം എന്തുള്ളൂ എന്ന് ദാവീദ് പറയുന്നുണ്ട്. ഓരോ ദിവസവും ഞങ്ങൾക്കങ്ങനെ പറയാൻ സാധിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന കൃപയ്ക്കായ സ്തുതി. നിന്നോട് കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം ധന്യമായും അത്ഭുതമായും തീരുമെന്ന് ഈ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളുടെ സാക്ഷ്യത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളോട് കൂടെ നീ ഉള്ളപ്പോൾ നദിയിൽ കൂടെ കടന്നാൽ, തീയിൽ കൂടെ കടന്നാലും, പെരുവെള്ളം എരച്ചു വന്നാലും, ശത്രു പെരുവെള്ളം പോലെ എരച്ചു വന്നാലും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംരക്ഷകനായി ഞങ്ങളോട് കൂടെയുള്ള നല്ല അവിടുത്തെ സഹിത്വത്തിനായി, സാന്നിധ്യത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുയർപ്പാൻ ആർക്കും കഴിയില്ല എന്ന തിരുവഴുത്തിനായി സ്തോത്രം. സമ്പൂർണ്ണമായി അർപ്പണം ചെയ്യുന്നു. ഞങ്ങളുടെ ദേഹത്തെ സമ്പൂർണ്ണത്തിൻ്റെ നാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ. പുതുപുതു പരിശുദ്ധ ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായി തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ, നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ഏറെ ദൂരെയലഞ്ഞു ഞാൻ നിന്റെ